നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർക്കായുള്ള തെരച്ചിലിനിടെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം കുടുങ്ങിയവരെ അതിസാഹസികമായിട്ട് രക്ഷിച്ച് കരക്കെത്തിച്ചു. മലപ്പുറത്ത് നിന്നും തിരച്ചിലിനെത്തിയവരാണ് ഇവരെ ആദ്യം കണ്ടെത്തിയത്. മലപ്പുറത്ത് നിന്നും തിരച്ചിലിനെത്തിയവരാണ് അകപ്പെട്ടുപോയത്. സ്വാലിം, മോസീൻ, റസീം എന്നിവരായിരുന്നു വെള്ളച്ചാട്ടത്തിന് സമീപം കുടുങ്ങിപ്പോയത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് വ്യോമസേനയും അഗ്നിരക്ഷാമന സേനയും ചേർന്ന് സ്ഥലത്തെത്തി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. സ്വാലിമിനെയും മുഹസിനെയും വ്യോമസേന എയർലിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പാറക്കെട്ടിൽ കുടുങ്ങിയ റഹീസിനെ അഗ്നിശമന സേനാംഗങ്ങൾ കയറിട്ട് നൽകിയും രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ചെറിയ പരിക്കുകൾ സംഭവിച്ചവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൈന്യത്തിനും അഗ്നിരക്ഷാസേനയ്ക്കുമൊപ്പം രഞ്ജിത്ത് ഇസ്രായേലും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു. കുടുങ്ങിപ്പോയവരെ പുറത്തേക്ക് എത്തിക്കുക എന്നത് അതീവ ദുഷ്കരമായിരുന്നുവെന്നാണ് രഞ്ജിത്ത് ഇസ്രായേൽ വ്യക്തമാക്കിയത്. രക്ഷാപ്രവർത്തനത്തിന് പോയവർ ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് അവിടെ കുടുങ്ങിപ്പോയത്. സൂചിപ്പാറയിലെ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിന് സമീപമായിരുന്നു ഇന്നലത്തെ ഞങ്ങളുടെ തിരച്ചിൽ. അപ്പോഴാണ് 3 പേർ കുടുങ്ങിക്കിടക്കുന്ന വിവരം ലഭിക്കുന്നത്. നേവിയും കോസ്റ്റ് ഗാർഡും എത്തിയെങ്കിലും ആർക്കും ഇറങ്ങാൻ പറ്റില്ല. നദിയിലെ വെള്ളം അതുപോലെ കൂടുകയായിരുന്നു എന്നാണ് രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നത്. ആ സമയത്ത് സൈന്യത്തിന്റെ കൂടെ സഹായത്തോടെ കയറ് കെട്ടി ചെങ്കുത്തായ പാറയിലൂടെ താഴേക്ക് ഇറങ്ങുകയായിരുന്നു. 350 മീറ്റർ റോപ്പ് ഉപയോഗിച്ച 2 മണിക്കൂറോളം സമയമെടുത്താണ് അവിടെ എത്തിയത്. അവരെ മുകളിലേക്ക് എത്തിക്കാൻ വളരെ ദുഷ്കരമായിരുന്നു. എനിക്ക് സഹായിക്കാനായി കേരള പോലീസിന്റെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് മൗണ്ടേഷൻ 2 പേരും പിന്നാലെ വന്നിരുന്നു. അവരുടെ കൂടി സഹായത്തോടെ കുടുങ്ങിപ്പോയവരെ സേഫ് സോണിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ നിന്നാണ് എയർലിഫ്റ്റ് ചെയ്ത് പുറത്തേക്ക് എത്തിച്ചത്. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞതുകൊണ്ട് അവരെ രക്ഷിക്കാൻ സാധിച്ചു എന്നാണ് രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നത്. ആ സമയത്ത് തന്നെ വെള്ളം ക്രമാതീതമായി കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നിന്നിരുന്ന പാറയൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്ക് കുടുങ്ങിപ്പോയതാണ് ഇവർ. രാത്രി മുഴുവൻ അവർ ആ പാറയിലാണ് കഴിഞ്ഞുകൂട്ടിയത്. രക്ഷാപ്രവർത്തനത്തിനിടെ എന്റെ കാലൊക്കെ മുറിഞ്ഞെന്നും ആർമി തന്നെയാണ് മരുന്നൊക്കെ വെച്ച് കെട്ടിത്തന്നതെന്നും രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നു. അതേസമയം രഞ്ജിത്ത് ഇസ്രായേലിന്റെ പ്രവർത്തനം വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് ആർമി ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. അദ്ദേഹം ചെയ്തത് ഏറെ അഭിമാനകരമായ ജോലിയാണെന്നും അതിന് രഞ്ജിത്തിന് നന്ദി പറയുന്നുവെന്നും ആർമി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും രഞ്ജിത്ത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ശിരൂർ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ടേക്ക് വയനാടേക്ക് എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദ്യമായി ഉയർന്നിരുന്നു. എന്നാൽ ഇൻസ്റ്റഗ്രാമിലടക്കം ഒരു ആവേശം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നമുക്ക് വേണമെന്ന് തിരിച്ചു വരണം, അദ്ദേഹത്തിനെ പോലെ സഹായിക്കാൻ കഴിയുന്നവരെ ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് നാടിന് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ് നിരവധി പേരാണ് രംഗത്തെത്തിയത്. എന്തായാലും ശേഷം അദ്ദേഹം ആ ഒരു വിരോധമൊന്നും തന്നെ കാണിക്കാതെ വീണ്ടും ഈ വയനാട്ടിലേക്ക് എത്തുകയും സാഹസികമായി തന്നെ പല സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഒരു മാതൃകയായി തന്നെ മാറുകയാണ്.